मौलाना कहने लगे जिन नहीं है, कोई दूसरा मामला है, जरा तहकीक करो। അപ്പൊ മൗലാന പറഞ്ഞത് ജിന്നൊന്നുമല്ല, വേറെ ആരുമാണ്, നിങ്ങളൊന്ന് പോയി അന്വേഷിക്കുക. तो फिर बाद में मालूम हुआ कि बीवी ने डुप्लीकेट चाबी बना रखी है तिजोरी की। അപ്പൊ പിന്നെ മനസ്സിലായി ആ പെട്ടിക്ക് വേണ്ടി ഭാര്യ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. तो जिन बाहर कहीं नहीं है, जिन बाजू ही सो रहा था। അപ്പൊ ജിന്ന് അവിടെ അല്ല, പുറത്തല്ല, ജിന്ന് തൊട്ടടുത്ത് തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. ये हालात हैं। ഇതാണ് അവസ്ഥ. आदमी घर आया बीवी की वजह से परेशान, ആള് വീട്ടിലേക്ക് വന്നു, പക്ഷെ ഭാര്യ കാരണമായിട്ട് വലിയ दीन അസ്വസ്ഥയാണ്. नहीं है। കാരണം എന്താണ്? ദീനില്ല. बीवी बच्चों में दीन होगा तो घर के अंदर राहत मिलेगी। മക്കളിലും ഭാര്യയിലും ദീനുണ്ടെങ്കിലും വീട്ടിനകത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. कभी जमीन थी और उस जमीन पर किसी ने नाजायज कब्जा कर लिया, ഒരാളുണ്ടാക്കി വേറൊരാളുടെ ഭൂമിയെ അന്യായമായി പിടിച്ചെടുത്തു. और किसी को घर किराए पर दिया, वो घर छोड़ने के लिए तैयार नहीं। ഒരാൾക്ക് വീട് വാടക കൊടുത്തു, പക്ഷെ അയാൾ വിടാൻ തയ്യാറല്ല. तो मुख्तलिफ हालात इंसानों पर, അതുകൊണ്ട് വ്യത്യസ്തമായ അവസ്ഥകൾ എന്താണ് മനുഷ്യന്റെ മുകളിൽ വരുന്നത്. तो ये हालात आते हैं गुनाहों की वजह से। ഈ അവസ്ഥകൾ വരുന്നതിന്റെ പേരിലാണ് നമ്മുടെ പാപങ്ങൾ तो കാരണമായിട്ടാണ്. हज़रत शेख ने लिखा है कि गुनाहों की वजह से मिलने वाली रोजी चली जाती है। तो ഷേഖ് എഴുതിയിട്ടുണ്ട്, നമ്മുടെ പാപങ്ങൾ കാരണമായി നമുക്ക് കിട്ടാനിരിക്കുന്ന റിസ്ക് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. मिलने वाली रोजी कैसी चली जाती है? हज़रत शेख ने किस्सा लिखा है कुरान का। നമുക്ക് കിട്ടാനിരിക്കുന്ന റിസ്ക് എങ്ങനെയാണ് അത് വിട്ടുപോവുക? ഷേഖ് ഖുർആൻ ഷരീഫിൽ ഒരു സംഭവം വിവരിച്ചിട്ടുണ്ട്. शेखुल हदीस ज़करिया साहब रहमतुल्लाह अलैहि फज़ाइल सदक़ात में इसको लिखा है। ഷേഖ് ഹദീസ് സക്കറിയ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി ഫസായിൽ സദഖാത്തിൽ എഴുതിയിട്ടുണ്ട്. तो एक किस्सा लिखा है कि यमन के अंदर हज़रत इब्न अब्बास रज़ी अल्लाह तआला अन्हु इसके शान नुज़ूल में कहते हैं कि यमन के अंदर एक नेक आदमी रहा करते थे। യമനില് ഒരു നല്ല മനുഷ്യൻ ജീവിച്ചിരുന്നു. तो उनका मामूल ये था कि अपनी फसल में 3 हिस्से करते थे। അയാളുടെ പതിവ് എന്താണ്? സാധാരണ വിളവെടുത്തു കഴിഞ്ഞാൽ ആ വിളവിനെ 3 ഭാഗങ്ങളാക്കി മാറ്റും. एक हिस्सा अपनी फसल का गरीबों में बांट देते, ഒരു ഭാഗം അത് പാവങ്ങൾക്കിടയിൽ എന്തെയും വീതിക്കും. और एक हिस्सा वो अपने और अपने अहलो अयाल के लिए रख लेते, രണ്ടാമത്തെ ഭാഗം തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടേക്കും മാറ്റി വെക്കും. और एक हिस्सा अगली फसल के लिए रख देते। പിന്നെ മൂന്നാമത്തെ ഭാഗം അടുത്ത വിളവിന് വേണ്ടി അത് പാകാൻ വേണ്ടി വെക്കും. जिस दिन फसल काटना होती उस दिन जो है वो आग जला देते ताकि गरीबों को मालूम हो जाए कि आज फसल काटी जा रही है। ഇപ്പൊ സാധാരണ വിളവെടുക്കുന്ന ദിവസം അദ്ദേഹം വലിയൊരു തീ കത്തിക്കും. എന്തിനു വേണ്ടിയാണ്? തീ കണ്ട് പാവങ്ങളായ മനുഷ്യന് മനസ്സിലാക്കും ഇന്ന് അദ്ദേഹത്തിന്റെ വിളവെടുക്കുന്ന ദിവസമാണ്. और जितने गरीब लोग आते थे उन गरीबों को उसमें से हिस्सा दे देते। എന്നിട്ട് എന്തെയും ആരെല്ലാം പാവങ്ങൾ വരുമായിരുന്നോ അവർക്കെല്ലാം ഇതിൽ നിന്നൊരു ഭാഗം കൊടുക്കും. 1/3 के लिए गरीब नहीं आए तो वो 1/3 फल जो है वो दरख्तों में छोड़ देते, जब चाहे गरीब आकर के वो लेके चला जाए। അഥവാ 3-ൽ നിന്ന് എടുക്കാൻ മാത്രമുള്ള പാവങ്ങൾ വന്നില്ലെങ്കിൽ അദ്ദേഹം ആ ഫലങ്ങൾ എന്തെയും ആ വൃക്ഷത്തിൽ മുകളിൽ നിന്ന് ഉപേക്ഷിക്കും. കാരണം പാവങ്ങൾക്ക് വന്ന് എപ്പോ വേണമെങ്കിലും അത് പറിച്ചു കൊണ്ടുപോകും. जरूरतमंद और गरीब आते और आकर के वो फल तोड़ के लेके चले जाते। അപ്പം ആവശ്യക്കാരായ പാവങ്ങൾ വരുമായിരുന്നു, അവർ ഈ ഫലങ്ങൾ പറിച്ചു കൊണ്ടുപോകുമായിരുന്നു. उनके बच्चों ने आपस में कहा कि हमारे अब्बा को तो अकल नहीं है, सारा का सारा गरीबों में बांट देते हैं। അപ്പൊ അദ്ദേഹത്തിന്റെ മക്കൾ തമ്മിൽ പറയാൻ തുടങ്ങി, നമ്മളുടെ ഉപ്പാക്ക് തീരെ ബുദ്ധിയില്ല, മുഴുവൻ സമ്പത്തും അദ്ദേഹം എന്താണ് ചെയ്തത്? പാവങ്ങൾക്കിടയിൽ വിരിച്ചു കൊടുക്കുക. इन्होंने कहा कि अगर हम इसके हकदार बन जाएंगे तो हम इन गरीबों को एक टुकड़ा नहीं देंगे। അവർ തമ്മിൽ പറയുകയില്ല, അഥവാ ഈ സ്വത്ത് ഞങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പാവങ്ങൾക്ക് ഒരു പഴം പോലും കൊടുക്കില്ല. बाप का इंतकाल हो गया, ഇപ്പൊ മരണപ്പെട്ടു. अब ये भाई पूरे जो है हकदार बन गए। അപ്പൊ ആ സഹോദരന്മാര് പിന്നെന്താ ഈ സ്വത്തിന് അവകാശികളായി. तो उन्होंने आपस में कहा कि देखो अभी फल तोड़ लेंगे और फिर जो है चुपके चुपके जाएंगे, किसी गरीब को पता भी ना चले। അപ്പം അവര് തമ്മിൽ പറഞ്ഞു, ഇനി വിളവെടുക്കുന്ന സമയമായി കഴിഞ്ഞാൽ ഈ ഫലങ്ങളെല്ലാം നമ്മൾ പറിക്കും, ആരെയും അറിയിക്കാതെ നമുക്ക് കൊണ്ടുപോകാം, കാരണം പാവങ്ങൾ വന്നത് കൊണ്ടുപോകരുത്. और ये आवाजें लगाने लगे अपने भाइयों से कि देखो फल तोड़ना है तो चुपके चुपके जल्दी चलो, अंधेरे अंधेरे में। എന്നിട്ട് അവര് തമ്മിൽ പറയുകയുണ്ടായി, ഈ ഫലം അത് വിളവെടുക്കുന്ന സമയമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മെല്ലെ മെല്ലെ ആരും അറിയാതെ പോകാം, എന്നിട്ട് ഫലങ്ങളെല്ലാം പറിച്ചു കൊണ്ടുപോകാം. अल्लाह पाक ने फरमाया कि उन्होंने इंशाअल्लाह भी नहीं कहा। എന്നിട്ട് അല്ലാഹു പറയാണ്, അവർ തമ്മിൽ ഇൻഷാ അല്ലാഹ് എന്ന് പോലും പറയുകയുണ്ടായില്ല. इसीलिए उलमा ने लिखा है कि अल्लाह ताला किसी को माल दे, नेमतें दे, अच्छी औलाद दे, घर बार दे, तो वो ये कहे कि माशा अल्लाह
ला कुव्वता इल्ला बिल्लाह, तो अल्लाह उस नेमत की हिफाजत करते हैं। ഉലമാക്കൾ പറയാണ്, ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകി, നല്ല കുടുംബം നൽകി, നല്ല മക്കൾ നൽകി, അവരെന്ന് പറയണം മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. അങ്ങനെ പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സമ്പത്തിനെയും അവരുടെ കുടുംബത്തിനെയും അവരുടെ മക്കളെല്ലാം അല്ലാഹു തആല സംരക്ഷിക്കുന്നതാണ്. अब वो भाई आपस में बातें करते हुए रातें रात अंधेरे में गए। അപ്പൊ ഈ സഹോദരങ്ങൾ എന്ത് ചെയ്തു? തമ്മിൽ സംസാരിച്ചുകൊണ്ട് രാത്രി പുറപ്പെട്ടു അന്ധകാരത്തിൽ. अब जाकर के बाग देखा तो वहां बाग ही नहीं है, सारा का सारा जल के खत्म हो गया। അപ്പൊ ആ സഹോദരന്മാര് തോട്ടത്തിലെത്തിയ സമയത്ത് അവിടെ തോട്ടമേ ഇല്ല, മരങ്ങളൊന്നുമില്ല, മുഴുവൻ കത്തി നശിച്ചു പോയിരിക്കുന്നു. बाग कोई ऐसी चीज नहीं है कि बैल बकरी की तरह कि वो कहीं चला जाए। നമ്മുടെ തോട്ടത്തിലെ മരങ്ങളിലെ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് അത് പശുവിനെ ആടിനെയോ പോലെ എവിടെയെങ്കിലും നീങ്ങി പോകുന്ന സാധനമല്ല. तो वो आपस में भाई कहने लगे कि हमारा बाग कहाँ चला गया। അപ്പൊ സഹോദരന്മാർ തമ്മിൽ സംസാരിക്കുകയുണ്ടായി, നമ്മുടെ തോട്ടം എങ്ങോട്ട് പോയി? आपस में कहने लगे कहीं हम रास्ता तो नहीं भूल गए। അവർ തമ്മിൽ പറഞ്ഞത് നമുക്ക് എന്താണ്, വഴി തെറ്റിപ്പോയോ? तो आसार देख करके कहने लगे बाग तो हमारा यही बाग है जो जल के खत्म हो गया है। അപ്പൊ അവർക്ക് പിന്നീട് മനസ്സിലായി ഈ തോട്ടം തന്നെയാണ് നമ്മുടെ തോട്ടം, പക്ഷെ അത് കത്തി നശിച്ചു പോയിരിക്കുക. अल्लाह पाक ने आसमान से एक आग बरसाई और उसको खत्म कर दिया। അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് ഒരു അഗ്നി വർഷിച്ചു, തീ വർഷിച്ചു, അത് കാരണമായി മുഴുവൻ തോട്ടവും കത്തിപ്പോയി. गुनाहों की वजह से, പാപങ്ങൾ കാരണമായി. तो भाई आपस में कहने लगे कि ये हमारी बदनीयती की वजह से हुआ। അപ്പൊ ആ സഹോദരന്മാർ തമ്മിൽ പറഞ്ഞു, ഇത് നമ്മളുടെ മോശമായ നിയ്യത്തിന്റെ പേരിൽ സംഭവിച്ചതാണ്. हमने जो इन गरीबों को ना देने की कसमें खाई थी, ये हमने गलत किया। എന്നിട്ട് ആ സഹോദരന്മാർ പറഞ്ഞു, നമ്മൾ നമ്മളുടെ നാട്ടിലെ പാവങ്ങൾക്ക് കൊടുക്കൂലെന്ന് തീരുമാനിച്ചല്ലോ, ശപഥം ചെയ്തല്ലോ, അതിന്റെ കാരണമായിട്ടാണ് ഇത് സംഭവിച്ചത്. इंसानी मिजाज है, काम बन जाता है तो कहता है कि मेरी वजह से हुआ। മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്, ഏതെങ്കിലും ഒരു കാര്യം നടക്കുന്ന സമയത്ത് പറയും ഞാനാണ് ചെയ്തത്. काम बिगड़ जाता है तो दूसरों पर डालता है। ഇനി അഥവാ എന്തെങ്കിലും കാര്യങ്ങൾ മോശമായാൽ അവർ പറയും അത് മറ്റാളെ കൊണ്ടാണ് സംഭവിച്ചത്. तो भाइयों में आपस में कहने लगे, एक ने कहा तूने राय दी थी ऐसे। അപ്പൊ തമ്മിൽ അവർ ഒരാള് മറ്റൊരാളെ ഉണ്ടാക്കാൻ തുടങ്ങി, അവര് ആരോപിക്കാൻ തുടങ്ങി, നീയാണ് ഈ അഭിപ്രായം പറഞ്ഞത്. दूसरे ने कहा तूने दिया था। അപ്പൊ രണ്ടാമത്തെ ആള് പറഞ്ഞില്ല, നീയാണ് ഈ അഭിപ്രായം एक പറഞ്ഞത്. भाई जरा नेक था, वो कहने लगा कि तूने राय दी या मैंने राय दी ये छोड़ो, अब सब मिलकर के अल्लाह से माफी मांगो ताकि अल्लाह हमें इसका नेमत बदल अता करे। അപ്പൊ അതിൽപ്പെട്ട ഒരു കൂട്ടുകാരൻ, സഹോദരൻ, അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, ഇനി പരസ്പരം ആരോപിച്ചിട്ട് സമയം കളയണ്ട, നമുക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി അള്ളാഹു ഇതിന് നല്ല മടക്കം, നല്ല പകരം നൽകാൻ വേണ്ടി നമുക്ക് അള്ളാഹു ദുആ ചെയ്യാം. तो गुनाहों की वजह से मिलने वाली रोजी चली जाती है। അതുകൊണ്ട് സഹോദരന്മാരെ, പാപങ്ങൾ കാരണമായി നമുക്ക് കിട്ടാനിരിക്കുന്ന റിസ്കിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയും. हजरत नूह अलैहिस्सलाम ने अपनी कौम से फरमाया कि तौबा करो। നൂഹ് അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറയുകയുണ്ടായി, നിങ്ങൾ തൗബ ചെയ്യുന്നു. अल्लाह ताला तो बड़ा माफ करने वाला है। അല്ലാഹു തആല വലിയ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. फिर कहा कि तुम तौबा कर लोगे तो अल्लाह तुम्हारे लिए आसमानों से बारिश बरसाएंगे। നിങ്ങൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴയെ വർഷിപ്പിച്ചു തരും. तुम्हारे माल और औलाद में अल्लाह बरकत देंगे। നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ മക്കളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യും. अल्लाह तुम्हारे लिए नहरें जारी करेंगे। അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി നദികൾ ഒഴുക്കി തരും. तुम्हारे लिए बागात आबाद करेंगे। നിങ്ങൾക്ക് വേണ്ടി തോട്ടങ്ങളെ തയ്യാറാക്കി തരും. तो इंसानों के हालात बनते हैं दीन आने से। അതുകൊണ്ട് മനുഷ്യന്റെ അവസ്ഥകൾ നന്നാകുന്നത് ദീനിൽ കൂടിയാണ്, ദീൻ വരുന്നതിൽ കൂടിയാണ്. बेदीनी से सबसे पहले दुनिया के हालात खराब होते हैं। ദീനില്ലായ്മ കൊണ്ട് ആദ്യം ജീവിതത്തിന്റെ ദുനിയാവിലെ അവസ്ഥകൾ മോശമാകും. अल्लाह ने कौम बनी इस्राइल का तस्करा किया कुरान में। അല്ലാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേലിനെ കുറിച്ച് ഖുർആൻ ഷരീഫിൽ പറയുകയുണ്ടായി. बनी कहते हैं बच्चों को। ബനി എന്ന് പറഞ്ഞാൽ മക്കളാണ് അർത്ഥം. इस्राइल हजरत याकूब अलैहिस्सलाम का लक़ब है। ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് അലൈഹിസ്സലാമിന്റെ പേരാണ്. वो किसी मुल्क का नाम नहीं था, वो तो याकूब अलैहिस्सलाम का लक़ब है। അത് യാക്കൂബ് അലൈഹിസ്സലാമിന്റെ പേരാണ്. उनके 12 बच्चे हैं। അദ്ദേഹത്തിന് 12 മക്കളുണ്ടായിരുന്നു. अल्लाह ने कुरान में इनका तफसीली किस्सा यूसुफ अलैहिस्सलाम का बयान किया। അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാമിന്റെ വളരെ വിശദീകരിച്ച സംഭവം ഖുർആൻ ഷരീഫിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. अल्लाह ने हजरत यूसुफ अलैहिस्सलाम को मिस्र में बसाया। അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാമിനെ മിസ്രിലാണ് അയച്ചത്. बहुत हालात आए, ധാരാളം അവസ്ഥകൾ വന്നു. तक़वे और सब्र की वजह से अल्लाह ने कामयाबी नसीब फरमाई। തഖ്വ കാരണമായും സബർ കാരണമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ വിജയിപ്പിച്ചു. तक़वे वालों को, सब्र वालों को अल्लाह कामयाबी नसीब करते हैं। തഖ്വയുള്ളവർക്കും സബർ ചെയ്യുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകും. दीन पर जमने वालों को, दीन पर साबित कदम रहने वालों के हालात अल्लाह बनाते हैं।
ദീനിൽ ഉറച്ചു നിൽക്കുന്നവരുടെ അവസ്ഥകളെ അല്ലാഹു തആല നന്നാക്കി കൊടുക്കും. शुरू में हालात आते हैं, जब आदमी दीन पर जम जाता है तो अल्लाह उनके हालात बना देते हैं. ഒരു മനുഷ്യന് ആദ്യം അവസ്ഥകൾ വരും. ആ അവസ്ഥകളിൽ ആ മനുഷ്യൻ ഉറച്ചു നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിന്റെ ആ അവസ്ഥയെ അല്ലാഹു തആല നന്നാക്കും. नतीजे में दुनिया आखिरत की कामयाबी नसीब करते हैं. അവന് പിന്നെന്താണ് ദുനിയാവിലെയും ആഖിറത്തിന്റെയും വിജയം അവന് കാണാൻ വേണ്ടി സാധിക്കും. तो हजरत यूसुफ अलैहिस्सलाम के जरिए से अल्लाह ने कौम बनी इसराइल को मिस्र में बसाया. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാമിനെ എന്ത് ചെയ്തു? ഈജിപ്തിലേക്കാണ്, മിസ്രിലേക്കാണ് അയച്ചത്. और अल्लाह ने कौम बनी इसराइल को इकराम और इज्जत अता फरमाया. ബനി ഇസ്രായേൽ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനവും ഇസ്സത്തും നൽകുകയുണ്ടായി. अल्लाह ने उनको मुल्क अता फरमाया. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം നൽകി. अल्लाह ने उनको माल अता फरमाया. അവർക്ക് അല്ലാഹു തആല സമ്പത്ത് നൽകി. अल्लाह ने उनको हुकूमत अता फरमाई. അവർക്ക് ഭരണാധികാരം നൽകി. अल्लाह ने उनको सबके सरों का ताज बना दिया. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ മുമ്പിൽ അവരുടെ കിരീടമാക്കി മാറ്റി. इकराम और इज्जत अता फरमाया. അവർക്ക് ബഹുമാനം